വൈക്കം തലയോലപ്പറമ്പിലാണ് ഈ മരിച്ച ബിന്ദുവിൻ്റെ വീട്. അവരുടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. നിതിൻ അംബുജൻ ബിന്ദുവിൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് തലയോലപ്പറമ്പിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഒരു കൂട്ടിരിപ്പുകാരിയായി പോയതാണ്. മകളുടെ രോഗാവസ്ഥയ്ക്ക് കൂട്ടിരിക്കാൻ പോയ ബൈസ്റ്റാൻഡറായിരുന്നു ബിന്ദു. ഓർക്കാപ്പുറത്ത് കുളിക്കാൻ പോയി. ഈ പഴയ കെട്ടിടം തകർന്ന് മുകളിലേക്ക് വീണു. കുറേ മണിക്കൂറുകൾ 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരാൾ അവിടെ പെട്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് പോലും. വല്ലാത്ത നിർഭാഗ്യകരമായ ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഇന്ന് സംസ്കാരത്തിൻ്റെ ചടങ്ങുകളെ കുറിച്ചുള്ള തീരുമാനമൊക്കെ എങ്ങനെയാണ് നിതിൻ? അവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? കാരണം അവർ വളരെ കഠിനാധ്വാനിയായ ഒരു ലേഡിയായിരുന്നു. വീട് മുഴുവൻ ഒരു വിളക്കായി നിന്നുകൊണ്ട് സംരക്ഷിച്ച ലേഡി കൂടിയായിരുന്നു അവർ. ഒരു ജൗളിക്കടയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവർ അവരുടെ വീടിനെ സംരക്ഷിച്ചു. അധ്വാനിയായിരുന്നു എല്ലാറ്റിനും അവസാനമായി. നിതിനാണ് ചെറിയൊരു കണക്ഷൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നിതിന് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിതിൻ, ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ഒരുപക്ഷെ ഈ ബിന്ദുവിൻ്റെ അമ്മ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ, അമ്മയുടെ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഈ ഭർത്താവിനും വിയോഗം തന്നെയാണ്, ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മകൾക്കൊപ്പം പോയ ബിന്ദു, ഇപ്പോൾ ബിന്ദുവിൻ്റെ മരണവാർത്ത ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും സഹിക്കാൻ പറ്റുന്നതല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിലാണ്. ഈ ദൃശ്യത്തിൽ തന്നെ കാണാം, 2 മുറി വീടാണ്, ചുമരൊന്നും തേച്ചിട്ടില്ല. ഈ വീടിന് തൊട്ടടുത്തുള്ള ഈ പറമ്പിലാണ് സംസ്കാര ചടങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിന് മുകളിലായി ആ ഷീറ്റ് വെച്ചെടുത്താണ് പൊതുദർശനം നടത്തുക. 8:00 തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കും. അതിനുശേഷം ഏതാണ്ട് 11:00 തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. തൊട്ട് ആ വീടിനോട് ചേർന്നുള്ള ഈ പറമ്പിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. വലിയൊരു ബിന്ദുവിൻ്റെ പൊതുദർശനത്തിനായി വലിയ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഒരു വീടിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് അത്തരം ആളുകൾക്കൊന്നും തന്നെ എന്തായാലും ആ ഒരു സ്ഥലപരിമിതി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് തന്നെ ദൃശ്യത്തിൽ കാണാം. എന്തായാലും ബന്ധുക്കളും നാട്ടുകാർ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു പരാതിയാണ് ഈ നാട്ടുകാർ ആവർത്തിച്ചത്. കാരണം രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇനിയുള്ള ഒരു സർക്കാരിൻ്റെ സഹായം അടിയന്തരമായി വേണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല നവമിക്ക്, അതായത് ബിന്ദുവിൻ്റെ മകൾക്കൊരു സർക്കാർ ജോലി വേണമെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ബിന്ദുവിൻ്റെ ഭർത്താവ് സംസാരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.